അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പ്രത്യേകമായ ജാതിയെയോ അല്ലെങ്കിൽ പ്രത്യേകമായ മതത്തെയൊക്കെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയത്തെയാണ് പൊതുവെ സ്വത്വരാഷ്ട്രീയമെന്ന് വിളിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള സ്വത്വരാഷ്ട്രീയ വാദവുമായി മുന്നോട്ട് വരുന്നവരെ സ്വത്വവാദികൾ എന്നും നമ്മൾ വിളിക്കുന്നു. കേരളീയ പശ്ചാത്തലത്തിൽ ആരൊക്കെയാണ് സ്വത്വവാദികൾ എന്ന ചോദ്യത്തിന് പൊതുവെ മുഖ്യധാരയിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള മറുപടികൾ മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ദളിതർ, പിന്നാക്ക ഹിന്ദു സമുദായങ്ങൾ, സ്വാഭാവികമായും മനുഷ്യ മനസ്സുകളിൽ അങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ NSS പോലത്ത NSS എന്നത് നായന്മാരുടെ ഒരു സ്വത്വരാഷ്ട്രീയ സംഘടനയാണ് എന്ന് പൊതുവെ സമൂഹത്തിൽ പറഞ്ഞു നടക്കാറില്ല. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ക്രിസ്ത്യൻസിന് മാത്രമുള്ള ഒരു സംഘടനയാണെന്നോ, അതുപോലെ തന്നെ മറ്റു സാമുദായിക ബ്രാഹ്മണ സഭയും മുന്നാക്ക സമുദായ മുന്നണിയും പോലത്തെ സംഘടനകളൊന്നും പൊതുവെ സ്വത്വരാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് പൊതുധാരയിൽ അത്ര തന്നെ പ്രസിദ്ധിയില്ല. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള മുന്നാക്ക വിഭാഗക്കാരുടെ മിടുക്കും. രാഷ്ട്രീയ മേഖലയിൽ ഇവരുടെ മിടുക്ക് അതാണ്. അവർ സ്വത്വപരമായി അവർ ഒരുമിച്ച് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടുകൂടെ തന്നെ തൻ്റെ തായ് ജാതിക്കാർക്കിടയിൽ തൻ്റെ താഴെ തട്ടിൽ കിടക്കുന്നവരുടെ അവകാശങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവകാശമായതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അധികാരങ്ങളിൽ അഭിരമിക്കുകയും അർഹിക്കുന്നതിൽ അധികം നേടിയെടുത്ത ശേഷം താഴെ തട്ടിലുള്ളവരെ അവർക്ക് വേണ്ട അവകാശങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ സ്വത്വരാഷ്ട്രീയമെന്ന് അവരെ പരിഹസിക്കുന്ന ഒരു പ്രവണതയാണ് പൊതുവെ മുന്നാക്ക രാഷ്ട്രീയങ്ങളിൽ കാണുന്നത്. ഈ പറഞ്ഞതിൽ നിന്ന് മുന്നാക്ക രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പിന്നാക്ക സ്വത്വരാഷ്ട്രീയ പ്രവർത്തനങ്ങളും തമ്മിൽ നേരിയ അന്തരം മാത്രമാണുള്ളത്. പിന്നാക്കക്കാർ നിരന്തരം തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് അർഹമായതുപോലും കിട്ടാത്ത അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുന്നാക്ക രാഷ്ട്രീയക്കാർ തങ്ങൾക്ക് അർഹമായതിലധികവും കൈയടക്കി വെച്ചിരിക്കുന്നതോടൊപ്പം സംഘടിതമായി മുന്നോട്ട് വരുന്ന പിന്നാക്ക സമുദായങ്ങളെ, പിന്നാക്ക രാഷ്ട്രീയ പ്രവർത്തകരെ ഇത്തരത്തിലുള്ള സ്വത്വപരമായി മുന്നോട്ട് വരുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിക്കുന്ന രൂപത്തിലുമായി മുന്നോട്ട് നീങ്ങുന്നു. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളെ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. ജനസംഖ്യയിൽ 14% മുന്നാക്ക നായർ സമുദായമാണ്. അതുപോലെ തന്നെ 12% ദളിതരും 24% ഈഴവരും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചെറിയ വിലയിരുത്തലിൽ കേരളത്തിലെ നായർ സ്വാധീനമുള്ള മേഖലകളിൽ BJPക്കുള്ള മേൽക്കോയ്മ നമുക്ക് വായിക്കാൻ സാധിക്കും. മുന്നാക്ക ഹിന്ദുക്കൾ ഭൂരിപക്ഷവും BJP വോട്ട് ബാങ്കാണെന്ന് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാം. പക്ഷേ നമ്മൾ മന്ത്രിസഭയിലേക്ക് എടുത്തു നോക്കുമ്പോൾ ദളിതരെക്കാൾ 10 ഇരട്ടി നായന്മാരെ അല്ലെങ്കിൽ മുന്നാക്ക സമുദായങ്ങളെ നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും. 27% വരുന്ന മുസ്ലിം സമുദായത്തേക്കാൾ സവർണ ക്രിസ്ത്യൻസിനെ, നമുക്ക് 14% വരുന്ന സവർണ ക്രിസ്ത്യൻസിനെയും നമുക്ക് ഈ മന്ത്രിസഭയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 93 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ 30 സീറ്റും നായന്മാർക്കും, അതുപോലെ തന്നെ 30 സീറ്റ് ഹിന്ദു മുന്നാക്ക സമുദായ വിഭാഗങ്ങൾക്കും, അതുപോലെ തന്നെ 23 സീറ്റ് ക്രിസ്ത്യൻസിനും കൊടുത്തപ്പോൾ ബാക്കി 70% വരുന്ന ജനസംഖ്യയിൽ പ്രാതിനിധ്യമുള്ള ദളിത് പിന്നാക്ക മുസ്ലിം സമുദായത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് കേവലം 38 സീറ്റുകൾ മാത്രമാണ്. ഇത്രയും പറയുമ്പോൾ എല്ലാത്തിലും ജാതിയും മതവും എല്ലാം കലർത്തുന്ന ഒരു തരത്തിലുള്ള ഭീകരവാദിയോ സുഡാപ്പി എന്നോ താലിബാനി എന്നൊക്കെ ചാപ്പ കുത്തപ്പെടുമെങ്കിൽ പോലും, പക്ഷേ മനുഷ്യരായി എല്ലാവരെയും കണ്ടാൽ പോരെ എന്നുള്ള ചോദ്യം കേവലം ഒരു മന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം വരുമ്പോൾ ഇത് അസ്തമിക്കുകയാണ്. അല്ലെങ്കിൽ സീനിയറായ ഒരു ദളിത് രാഷ്ട്രീയ പ്രവർത്തകൻ നേതൃസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ, പിന്നാക്ക രാഷ്ട്രീയ പ്രവർത്തകൻ നേതൃസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ
അത് നവോത്ഥാനമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ആഘോഷിക്കപ്പെടുന്നു. പക്ഷേ അപ്പുറത്തുണ്ടാകുന്ന, നേരത്തെ സൂചിപ്പിച്ച അതിനപ്പുറത്ത് 10 ഇരട്ടിയുള്ള മുന്നാക്ക സമുദായത്തെ കേവലം സ്വാഭാവികമായി കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. ഈ സ്വാഭാവികത മുന്നാക്ക രാഷ്ട്രീയ പ്രവർത്തകർ അവർ നിർമ്മിച്ചെടുക്കുന്നതാണ്. ഇത്തരത്തിൽ പിന്നാക്ക സ്വത്ത രാഷ്ട്രീയമായി മുന്നോട്ട് വരുമ്പോൾ, അവരിൽ നിന്നുള്ള ആ സ്വത്വത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ, അതിൽ നിന്ന് തന്നെ കേവലം കുറച്ച് അടിമകളെ സൃഷ്ടിച്ചെടുത്ത് ആ അടിമകളെ കൊണ്ട് തന്നെ തങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവരെ സ്വത്വവാദികളാണെന്ന് പരിഹസിക്കുന്ന രൂപത്തിൽ മുന്നോക്ക രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരെ തളച്ചിടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അനർഹരായത് കവർന്നെടുക്കുന്ന മുന്നാക്ക വിഭാഗത്തെ തിരിച്ചറിയണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.